എന്തുകൊണ്ട് യു എയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ അനാലിസിസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് 3 ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം നിങ്ങൾ പോയി കണ്ടാൽ മനസ്സിലാവുള്ളൂ. സോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പാർട്ട് 3 മനസ്സിലാവുള്ളൂ. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മൾ വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൊട്ടാണ്. ഓക്കെ, സോ എന്തുകൊണ്ട് യു എ ഓപ്പൺ ആയിട്ടുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിത്ത് ഇൻക്രീസിംഗ്ലി അട്രാക്റ്റീവ് കണ്ടീഷൻസോടുകൂടിയാണ് യു എ ഓപ്പൺ ആയിട്ടുള്ളത്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഫോറിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഡയറക്റ്റ്ലി ഇവിടെ ദുബായിൽ ഇൻവെസ്റ്റ് ആവണമെന്നുള്ള രീതിയിൽ. അപ്പോൾ എല്ലാ 7 എമിറേറ്റ്സും ഓരോ മെഷറും ഫേവറബിൾ ആയിട്ടായിരിക്കും എൻവയോൺമെൻറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വെച്ചിരിക്കുന്നത്. അതായത് എല്ലാ എമിറേറ്റ്സും, ദുബായ് ആയാലും അബുദാബി ആയാലും ഷാർജ ആയാലും എല്ലാ എമിറേറ്റ്സും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ആയി വരണമെന്നുള്ള രീതിയിലാണ് അവർ കണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ വിഷൻ 2021 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദുബായ് ഒരു വിഷൻ വെച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ വിഷൻ 2033 ഉണ്ട്, വിഷൻ 2040 ഉണ്ട്, അങ്ങനെ ഓരോ. അപ്പോൾ അതിലെ പ്ലാൻ 2021 പ്ലാൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലും ഇവിടെ കൊണ്ടുവരിക എന്നുള്ള എയിം ആയിരുന്നു. സോ അത് ഓൾറെഡി സക്സസ് ആയിട്ടുണ്ട്. സോ അബുദാബിയും ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, ബിസിനസ് ക്ലൈമറ്റ് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ വിഷൻ 2030 മോർ എഫോർട്ട് ഇൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യാനുള്ള പ്ലാനാണ്. അതുപോലെ തന്നെ നോൺ ഓയിൽ സെക്ടറിലാണ് കൂടുതലും അത് വരുന്നത്. കാര്യം ഓയിൽ സെക്ടർ ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ. പിന്നെ മിനിസ്ട്രി ഓഫ് എക്കണോമി ഹാസ് ഡെഡിക്കേറ്റഡ്ലി വിങ് ടു അട്രാക്ട് FDI ടു UAE. അതായത് നമ്മുടെ മിനിസ്ട്രി ഒരു ടീം തന്നെ ഉണ്ട്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരു ടീം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ അഡീഷണലി ഇൻഡിവിജ്വൽ എമിറേറ്റ്സ് ഹാവ് ഓൾറെഡി എൻറ്റൈറ്റിൽഡ് പ്രൊമോട്ടിംഗ് ദ FDI എമിറേറ്റ്സ് ലെവൽ. അതായത് ഇപ്പം ഇൻവെസ്റ്റ് ഇൻ ദുബായ്, ഇൻവെസ്റ്റ് ഇൻ ഷാർജ, അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ തന്നെ ഓരോ എമിറേറ്റ്സിനും അതുപോലെ ഓരോരോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വിങ് തന്നെ ഉണ്ട്. ഇൻ 2021 യു അലോട്ട് ടു 100% ഫോറിൻ ഓണർഷിപ്പ് കമ്പനി ഇൻ മോസ്റ്റ് എക്സൈറ്റ്. അതായത് ഇപ്പം നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2002 ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് അനൗൺസ് ചെയ്ത് തുടങ്ങി. അതായത് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് 2002 അതേ കണക്കിന് 2021 എന്തായിട്ടുള്ളത്, ഫോറിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ്, അതായത് മറ്റേ കമ്പനിയുടെ ഫുള്ളി ഓണർഷിപ്പ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരു കമ്പനി നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് വേറെ സ്പോൺസറോ കാര്യങ്ങളൊന്നുമില്ല, ഫുള്ളി നിങ്ങൾക്ക് തന്നെ ഓൺ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ മോർ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചാൻസസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ് ട്രാൻസാക്ഷൻസും ഇല്ല ഇൻഡിവിജ്വൽസിന്. അതായത് ഒരു ടാക്സും ഇല്ല. നിങ്ങൾ ഏൺ ചെയ്യുന്ന പൈസ എല്ലാം നിങ്ങൾക്ക് കൊണ്ടുപോകും ടാക്സ് ഫ്രീ ആയിട്ട്. അതാണ് ഗുഡ് ക്വാളിറ്റി ബിസിനസ് ക്ലൈമറ്റ്. അതായത് അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അഴിമതി ഇപ്പോൾ പല കൺട്രീസിലും നമ്മുടെ നാട്ടിലായാലും ഇപ്പോൾ ഓരോ അപ്രൂവലിന് വേണ്ടിയിട്ട് പല പ്രോബ്ലംസിന് പോകുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യും, നമ്മൾ അവിടുത്തെ ഗവൺമെൻറ് ഒഫീഷ്യൽസുമായിട്ട് മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരെന്താക്കും, ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാറുണ്ട്, അല്ലെങ്കിൽ പല പ്രോബ്ലംസ് വരാറുണ്ട്. പക്ഷേ ഇവിടെ ആക്ച്വലി ഒരു 1 day 2 ഡേക്കുള്ളിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ബിസിനസ്സിൻ്റെ ട്രേഡ് ലൈസൻസ് നിങ്ങളെ കയ്യിൽ കിട്ടും. അതായത് കംപ്ലീറ്റ് നിങ്ങളെ ഫുൾ ലൈസൻസ് ആയാലും എന്ത് കാര്യത്തിനായാലും അപ്രൂവൽസ് എല്ലാം ഈസി ആയിട്ട് കൈ കിട്ടും. കുറച്ച് കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പോകണമെന്നില്ല, വേറെ ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങളെ കൈ കൊണ്ട് തരും. സോ അങ്ങനെ കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതാണ് ഗുഡ് ക്വാളിറ്റി ബിസിനസ് ക്ലൈമറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഡൈനാമിക് ആൻഡ് ഡൈവേഴ്സിഫൈഡ് എക്കണോമി. ഇവിടെ ഒരു ഡൈവേഴ്സിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിതിനെ മാത്രമായിട്ടല്ല ഫോക്കസ് ചെയ്തേക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് സെക്ടർ മാത്രമല്ല ഗ്രോ ചെയ്യുന്നത്. റിയൽ എസ്റ്റേറ്റ് സെക്ടർ നിങ്ങൾ കൺമുന്നിൽ അത് കാണുന്നതുകൊണ്ടാണ് ഇത് ഗ്രോ ആവുന്നത്. റിയൽ എസ്റ്റേറ്റ് സെക്ടർ മാത്രമല്ല, പല ഇൻഡസ്ട്രിയും ഗ്രോ ആവുന്നുണ്ട്. ടെക്നോളജി സെക്ടർ ആയാലും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പല സെക്ടേഴ്സും ഇവിടെ ഗ്രോ ആവുന്നുണ്ട്. അപ്പം ഒരു സെക്ടർ മാത്രമല്ല ഗ്രോ ആവുന്നത്, ഡൈവേഴ്സിഫൈഡ് ആയിട്ട് പല സെക്ടറും ഗ്രോ ആവുന്നുണ്ട്. അതുപോലെ തന്നെ സോളിഡ് പ്രോഫിറ്റബിൾ ബാങ്കിങ് സെക്ടർ വിത്ത് പവർഫുൾ സോവിജിയൻ ഫണ്ട് ആൻഡ് ഫേവറബിൾ റെഗുലേഷൻസ് ഫോർ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ്. അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഇവിടെ വരുമ്പോഴത്തേക്ക് സോളിഡ് ആയിട്ട് അതിനൊരു ബാങ്കിങ് സെക്ടർ ഉണ്ട്. അതായത് ഇപ്പം നിങ്ങളെ ഫണ്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെയെല്ലാം ബാങ്ക് വഴി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്നുള്ളതും, അതുപോലെ തന്നെ അതിനെ എത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അത് ഇവിടെ യൂട്ടിലൈസ് ചെയ്യാമെന്നും എന്നുള്ള കാര്യങ്ങൾക്കുള്ള എല്ലാ ഒരു റെഗുലേഷൻസും അതുപോലെ തന്നെ അതിനെ ഒരു ഈസി ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ദുബൈയിൽ തന്നെ ഉണ്ട്. പിന്നെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് ടാലന്റ്. അതായത് ഇവിടെ
നമുക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ആളെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാരെ നമുക്ക് കിട്ടും. കാര്യം എല്ലാവർക്കും ഈസി ആയിട്ട് അക്സസബിൾ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. 3 മണിക്കൂർ കൊണ്ട് പല ഇന്ത്യയിൽ നിന്നായാലും ചൈനയിൽ നിന്നായാലും പല രാജ്യത്തു നിന്നും നമുക്ക് 3-3.5 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താൻ പറ്റും. സോ അതുകൊണ്ട് ആൾക്കാർ കൂടുതലും ഇവിടെ വന്ന് ജോലി ഓപ്പർച്യൂണിറ്റി നോക്കുന്നതാണ്. സോ അതാണ് നമ്മുടെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ടാലന്റിനെ ഇവിടെ നമുക്ക് ചെറിയ പൈസയ്ക്ക് നമുക്ക് കോമ്പറ്റീറ്റീവ് ടാലന്റിനെ കിട്ടും. ആക്സസ് ഓഫ് ലോ എനർജി, അതായത് നമ്മുടെ എനർജി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന എനർജീസ് എന്താണ്? ഒന്ന് ദിവ്യയായി, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവലായി, അങ്ങനെ പല പല കാര്യത്തിനും ലോ കോസ്റ്റിൽ നമുക്ക് ആ എനർജി ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് കൺട്രോൾ ആൻഡ് കൺട്രെയിൻസ് റിലേറ്റഡ് റെപ്യൂട്ടേഷൻസ് ഓഫ് ഫണ്ട്സ്, അതായത് നോ ഫോറിൻ എക്സ്ചേഞ്ച് കൺട്രോൾ, അതായത് നിങ്ങൾ പൈസ കൊണ്ടുവരുന്നതിന് ഒരു ഫോറിൻ എക്സ്ചേഞ്ചിന്റെ അതിൻ്റെ ഒരു കൺട്രോൾ ഇല്ല. അപ്പം പൈസ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണെന്നുള്ളത്, ഫോറക്സ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ഫണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് ജസ്റ്റ് ഒരു കൺട്രോളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ ഫണ്ട്സ് ഇവിടെ വരുന്നതിനായിട്ട് വേറെ പ്രത്യേകിച്ചായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, അവിടുത്തെ ഒരു ഇൻകം കാണിക്കണോ അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങളല്ല. പിന്നെ ലോങ് ടേം പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പം പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോഴത്തേക്ക് നേരത്തെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ 5 വർഷം BJP, അല്ലെങ്കിൽ 5 വർഷം കോൺഗ്രസ്, അല്ലെങ്കിൽ 5 വർഷം CPM, അങ്ങനെ ഓരോ ഇന്ത്യയിലുള്ള പോലെ തന്നെ. അപ്പോൾ അത് ഒരു പൊളിറ്റിക്കലി സ്റ്റേബിൾ ആയിരിക്കില്ല. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ BJP സപ്പോർട്ടേഴ്സിന് കുറച്ച് നാളത്തേക്ക് എന്തായിരിക്കും, ഓക്കെ ആയിരിക്കും. 5 വർഷത്തേക്ക് അവർക്ക് ബിസിനസ്സിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അടുത്ത കോൺഗ്രസ് വരുമ്പോൾ കോൺഗ്രസ് സപ്പോർട്ടേഴ്സിന് 5 വർഷത്തേക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ പോയി വരുമ്പോഴത്തേക്ക് ഓരോ 5 വർഷം കൂടുമ്പോഴത്തേക്കും ഓരോ ആ ലെവലിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ. സോ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം പൊളിറ്റിക്കൽ സ്റ്റേബിലിറ്റി, ഇവിടെ എന്താണ് പൊളിറ്റിക്സ് പെട്ടെന്ന് ചേഞ്ച് ആവുമെന്നോ അല്ലെങ്കിൽ ഒരു വിഷനിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് ഈ വിഷനിൽ നിന്ന് മാറുമെന്നോ അങ്ങനത്തെ ഒന്നുമില്ല. സോ സ്ട്രോങ് ലീഡർഷിപ്പ് ആൻഡ് പൊളിറ്റിക്കൽ സ്റ്റേബിലിറ്റി ഉള്ളതുകൊണ്ട് ഇവിടെ ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങിനായാലും എല്ലാ കാര്യത്തിനും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ഹെൽപ്പ് ആവുന്നുണ്ട് ആ ഒരു ലോങ് ടേം പൊളിറ്റിക്കൽ സ്റ്റേബിലിറ്റി. പിന്നെ വെരി റിച്ച് ഹൈഡ്രോ കാർബൺ റിസോഴ്സസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം നിങ്ങൾക്കറിയാം ഇവിടെ എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവാൻ പറ്റും എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് UAE അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു പോയിന്റ്സ് എല്ലാം നിങ്ങൾ നോക്കി വെച്ചിരുന്നോ, ഈ ഒരു പോയിന്റ്സിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. പിന്നെ ജിയോഗ്രഫിക്കലി ലൊക്കേഷൻ ദ കൺട്രി പൊട്ടൻഷ്യൽ പ്ലാറ്റ്ഫോം ടു ആക്സസ് GCC, ഇറാൻ, ഏഷ്യ ആൻഡ് ദ മിഡിൽ ഈസ്റ്റ്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ്. അതായത് ഒരു മിഡിൽ ഈസ്റ്റിലോട്ടായാലും അല്ലെങ്കിൽ ഏഷ്യയിലോട്ടായാലും ഏതൊരു സ്ഥലത്തും നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ട്രേഡ് മൂവ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഗുഡ്സ് മൂവ് ചെയ്യാനാണെങ്കിലും ഏതൊരു കാര്യത്തിനും ഈസി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് UAE എന്ന് പറയുന്നത്. സോ ഒരു മിഡിൽ ഈസ്റ്റിന്റെ ഒരു മിഡിൽ ആയിട്ട് അതാണ് വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ UAE നമുക്ക് ഇറാനിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ UAEയുടെ ഒരു മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറാനിനെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും, ഏഷ്യ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്കയെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, ഈ കൺട്രിയുടെ സ്ട്രെങ്ത് വരുന്നത്. ഇനി അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് ആർട്ട് ആൻഡ് ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് മെട്രോ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആയാലും ബസ് ഓൺ ഡിമാൻഡ്, അങ്ങനെ പല പല കാര്യങ്ങളും. ഒരു കൺട്രിയെ ഗ്രോത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വരണം, അതുപോലെ തന്നെ ഡെവലപ്മെന്റ്സ് വരണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിൽ പെട്ടതാണ് സ്റ്റേറ്റ് ഓഫ് ആർട്ട്, ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്. ലൈക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആയാലും മെട്രോ ആയാലും, രണ്ടാമത് ഇവിടെ കൊണ്ടുവരുന്ന ഗുഡ്സ് മൂവ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്പോർട്ട് തന്നെയാണ്. സോ എല്ലാ കാര്യങ്ങളും ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു സെക്ടറായി മാറുകയാണ്. ലൈക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ കണ്ടെയ്നർ മൂവിങ് ആയാലും, അതുപോലെ തന്നെ ഇപ്പോൾ ജബലാലി പോർട്ട് ഇന്ന് വേറൊരു സ്ഥലത്തോട്ട് കണ്ടെയ്നർ മൂവിങ് ആയാലും, അൽക്കൂസിലോട്ട് മൂവ് ചെയ്യുന്നതായാലും, റാഷിദിയിലോട്ട് മൂവ് ചെയ്യുന്നതായാലും, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഈസി ആക്സസ് ആണ്. ഈസി അതുപോലെ തന്നെ ഈസി അതിനായിട്ടൊരു പ്രത്യേക റോഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ്. പിന്നെ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ടാലന്റ്, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ഈസി ആയിട്ട് നമുക്ക് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് UAE എന്ന് പറയുന്നത്. സോ ഇതൊക്കെ കൊണ്ടാണ് നിങ്ങൾ UAEയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു വരുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എക്കണോമിക് സ്റ്റെബിലിറ്റി ആണ്. ഇപ്പൊ 25ാമത്തെ മോസ്റ്റ് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്കണോമിയാണ് ഗ്ലോബലി ഉള്ളതാണ് നമ്മുടെ UAEയിലെ എക്കണോമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ UAE ഞാൻ നേരത്തെ പറഞ്ഞ കണക്കാണ്, UAE ഹാസ് എ സ്ട്രാറ്റജിക് ലൊക്കേഷൻ, സ്ട്രോങ് ഫിനാൻഷ്യൽ റിസർവ്, ലാർജ് സൊവീജിയൻ വെൽത്ത് ആൻഡ് ഹെൽത്തി ഇന്റർനാഷണൽ റിലേഷൻസ്. അതായത്
ഇപ്പം ഒരു ഇത് മാത്രമല്ല, എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ള ഒരു കറൻസി മാത്രമല്ല ഉള്ളത്. യു എക്കകത്തുള്ളതെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പല രാജ്യങ്ങളുമായിട്ടുള്ള ഹെൽത്തി ഇൻ്റർനാഷണൽ റിലേഷൻസ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കാനുള്ളത്. സോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ യു എ ഒരു വാർ ഡിക്ലെയർ ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ യു എ ഒരു വാറിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടോ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാര്യം ഇവരെ ഒരു പീസാണ് ആഗ്രഹിക്കുന്നത്. യു എ ഒരു സമാധാനത്തിൻ്റെ ആണ് ആഗ്രഹിച്ചു പോകുന്നത്. അതുപോലെയാണ്, അതൊക്കെയാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ ദർ ഹാസ് ബീൻ കൺസിസ്റ്റന്റ് ഗവൺമെന്റ് സ്പെൻഡിങ്, പ്രോഗ്രസീവ് പോളിസി, ഇക്കണോമിക് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഫ്രീ സോൺസ് ആൻഡ് ഇൻക്രീസ് FDI. അതായത് ഇപ്പോൾ ഫ്രീ സോൺസ് പോലുള്ള പല സ്ഥലങ്ങളിലോട്ടും ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. പിന്നെ ഓപ്പൺ എക്കണോമി, ഈ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പൺ എക്കണോമിയാണ്. ദ യു എൻകറേജ് പ്രൈവറ്റ് സെക്ടർ ഗ്രോത്ത്. അതായത് ഇപ്പം ഒരു ഗവൺമെന്റ് നിങ്ങൾ വളരൂ, അതായത് ഗവൺമെന്റ് സെക്ടർ വളരുന്നതിനെ പോലെ തന്നെ പ്രൈവറ്റ് സെക്ടറും വളരട്ടെ എന്നുള്ള രീതിയിൽ പ്രൈവറ്റ് സെക്ടർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുകയാണ്. നിങ്ങൾ വളരൂ. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ എൻഫോഴ്സസ് ഇൻ റെഗുലേഷൻസ് ആൻഡ് ഹാസ് സ്ട്രോങ് ടൈസ് വിത്ത് റീജിയണൽ ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് അസോസിയേഷൻ. അതായത് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അതായത് ഹെൽത്തി കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള വളർച്ചയാണ് യു എ ആഗ്രഹിക്കുന്നത്. അതാണ് ഓപ്പൺ എക്കണോമി അവർ ഇതാക്കുന്നത്. അതായത് പിന്നെ മെമ്പർ ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആൻഡ് ഗ്രീറ്റർ ടു അറബ് ഫ്രീ ട്രേഡ് ഏരിയ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ മെമ്പർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രേറ്റർ അറബ് ഫ്രീ ട്രേഡിലും അവർ മെമ്പർ ആയിട്ടുണ്ട്. കൺക്ലൂഡ് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സ് വിത്ത് ദ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻസ്. Concluded free trade agreements with the European Free Trade Associations, Singapore, European Union, Japan, China, India, Pakistan, Turkey, Australia and South Africa via GCC. ഈ സ്ഥലങ്ങളിലെല്ലാം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓപ്പൺ എക്കണോമി എന്നുള്ള രീതിയിൽ പറയുന്നത്. പിന്നെ പൊളിറ്റിക്കൽ സ്റ്റേബിലിറ്റി നമ്മൾ കഴിഞ്ഞ ഇതിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോങ് ടേം പൊളിറ്റിക്കൽ സ്റ്റേബിലിറ്റി ആണ് വിത്ത് ഓപ്പൺ ഡിപ്ലോമാറ്റിക് പോളിസി. വേൾഡ് വൈഡ് ആയിട്ട് ഓപ്പൺ ഡിപ്ലോമാറ്റിക് പോളിസിയാണ് അവർക്കുള്ളത്. 100 ഡൈനാമിക് ഡിപ്ലോമാറ്റിക് മിഷൻ abroad, 200 foreign diplomatic missions in the country. അതായത് 100 ഡൈനാമിക് ഡിപ്ലോമാറ്റിക്സ് അതർ കൺട്രീസിലുണ്ട്, 200 ഫോറിൻ ഡിപ്ലോമാറ്റിക്സ് നമ്മളെ യു എക്കകത്തുണ്ട്. മെമ്പർ ഓഫ് ഗൾഫ് കോപ്പറേഷൻ കൗൺസിലിൽ അംഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ യു എൻ ഏജൻസിയിലും അംഗമായിട്ടുണ്ട്. യു എനിൽ പല ഓപ്പറേഷൻസിലും ദുബായ് അതായത് ചാരിറ്റി പരമായിട്ടുള്ള ഓപ്പറേഷൻസ് ആയാലും പല കാര്യത്തിനും യു എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ്, പീസ്ഫുൾ കൺട്രി ഇൻ ദ റീജിയൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പീസ്ഫുൾ ആയിട്ടുള്ളൊരു കൺട്രിയാണ് യു എ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും വാറോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും യു എ ആഗ്രഹിക്കുന്നില്ല. ഇനി സോഷ്യൽ സ്റ്റെബിലിറ്റിയാണ് എന്ന് പറഞ്ഞാൽ യു എ ഒരു സേഫ് പ്ലേസ് ആണ് ഇൻ ലീവ് ആൻഡ് ഇൻവെസ്റ്റ്. ജീവിക്കാനായാലും ഇൻവെസ്റ്റ് ചെയ്യാനായാലും. ടോളറൻസ് ആൻഡ് റെസ്പെക്ട് ഡൈവേഴ്സ് കൾച്ചർ ആൻഡ് എവിഡൻസ് ടു ദ യു എ. അതായത് നമ്മുടെ യു എ നമ്മുടെ മൾട്ടി കൾച്ചറിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ 21ാമത് ഗ്ലോബലി ജനറൽ ഇൻഡെക്സ് പ്രകാരം വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2019 വന്നാണ് പ്രകാരം 21ാമത് ആണ് യു എ അതിനെ റാങ്ക് ചെയ്തേക്കുന്നത് സോഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ട്. ഇനി അതുപോലെ തന്നെ സ്കിൽഫുൾ ടാലന്റ് ആൻഡ് ലേബർ. യു എയിൽ ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് കിട്ടാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഇന്ത്യ, അതുപോലെ തന്നെ ബംഗ്ലാദേശ്, അതുപോലെ തന്നെ എന്താ പറയുക പാകിസ്ഥാൻ, ഈ സ്ഥലങ്ങളിലെല്ലാം ആൾക്കാർ കൂടുതലായതുകൊണ്ടും ഓപ്പർച്യൂണിറ്റീസ് കുറവായതുകൊണ്ടും അവർ നേരെ യു എയിലോട്ടാണ് വരുന്നത്. ഈസി ആക്സസ്, 3 hours കൊണ്ട് യു എയിൽ എത്താൻ പറ്റും. അങ്ങനെ ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് ദുബൈയിൽ വന്നിട്ട് ഇവിടെ നിന്നാണ് പൈസ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ കറൻസി സ്ട്രോങ് കറൻസി ആയതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിറംസ് ഇന്ത്യയിലാവുമ്പോഴത്തേക്ക് 23 rupees ആവും. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഏൺ ചെയ്തിട്ട് ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ ആയതുകൊണ്ട് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നിട്ട് ജോലി നോക്കി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉള്ള എന്റർപ്രണേഴ്സിനും അവരെ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ആക്കാൻ പറ്റുന്നുണ്ട്. സോ സ്കിൽഫുൾ ആയിട്ടുള്ള മൾട്ടി കൾച്ചറൽ ഡൈവേഴ്സിഫൈ ആയിട്ട് ആൾക്കാരെ ഇവിടെ എടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അറബിക് ആൻഡ് ഇംഗ്ലീഷ് ദ മെയിൻ ലാംഗ്വേജ്. ഇവിടെ ഇത് ഒരു അറബിക് കൺട്രി ആണെങ്കിലും ഇംഗ്ലീഷ് ഒരു മെയിൻ ലാംഗ്വേജ് ആയിട്ട് അവർ കൊണ്ടുവരുന്നുണ്ട്. മേജർ ലാംഗ്വേജ് ആൾസോ വൈഡ്ലി യൂസ്ഡ്. അതായത് ഇപ്പം നിങ്ങൾ പോലീസുകാർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഉറുദു സംസാരിക്കുന്ന കാണാം. ഉറുദുവും ഹിന്ദിയും ഏകദേശം സെയിം ആയതുകൊണ്ട് ആ രണ്ട് ഇതും സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പം ന്യൂലി ലോഞ്ച്ഡ് വിസ സിസ്റ്റം അട്രാക്ടിങ് ക്വാളിഫൈഡ് വർക്ക് ഫോഴ്സ് ആൻഡ്
സയന്റിഫിക് റിസർച്ച്, ടെക്നോളജി ആൻഡ് കൾച്ചറൽ സെക്ടേഴ്സ്. അതായത് നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാകും ഗോൾഡൻ വിസ, പല രീതിയിലും ഗ്രീൻ വിസ, അതുപോലെ പല പല വിസാസ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇവിടെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ആക്ടേഴ്സിനെ ഇന്ത്യയിലുള്ള ആക്ടേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പല ആൾക്കാരും ഗോൾഡൻ വിസ വഴി അട്രാക്ട് ചെയ്യുകയും അത് അവരിവിടെ വരികയും അവരിവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയും ഫ്യൂച്ചറിൽ, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ടീം, മോഹൻലാൽ അല്ലെങ്കിൽ ഒരു മമ്മൂട്ടി, അവരുടെ ടീം ഒരു സിനിമ വരുമ്പോഴത്തേക്ക് ഹോൾ ടെക്നീഷ്യൻസ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുക, ഇവിടെ ഷൂട്ട് ചെയ്ത് ഇവിടെ തന്നെ ഇതാക്കിയിട്ട് നമുക്ക് നാട്ടിൽ റിലീസ് ചെയ്യാം. അങ്ങനെയും വരാം ഫ്യൂച്ചറിൽ. മീൻസ് നാട്ടിലുള്ളവർ ഒരുപാട് ബുദ്ധിമുട്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർ ഇപ്പം ഒരുപാട് സംഘടനയും കാര്യങ്ങളും പറയുമ്പോൾ ബുദ്ധിമുട്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒബ്വിയസ്ലി ഫോറിനിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുകയും അവിടെ സമാധാനമായിട്ട് ഷൂട്ട് ചെയ്ത് സമാധാനമായിട്ട് ഇപ്പോൾ സിനിമ ഇറക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആക്കി വരാൻ ചാൻസസ് ഉണ്ട്. സോ ഇത് ഞാൻ ജസ്റ്റ് തിങ്ക് ചെയ്യുന്നതാണ്, ഇപ്പോഴുള്ള ഐഡിയയിൽ വന്നതാണ്. അതുപോലെ UAE സീക്കിംഗ് ഫസ്റ്റ് ഇൻക്യുബേറ്റർ ഹൈലി സ്കിൽഡ് പ്രൊഫഷണൽസ് ടാലന്റഡ് ഹ്യൂമൻ ക്യാപിറ്റൽ ഡൈനാമിക് ഇൻ എക്കണോമിക് സെക്ടർ. അതായത് അവർ ഒരു സ്ഥലത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇതുപോലെ ഓരോ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ അവർ ഇതാക്കുന്നുണ്ട്. അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് ഒരു പോപ്പുലേഷനാണ് ഏതൊരു രാജ്യത്തിൻ്റെയും സ്ട്രോങ് ആയിട്ടുള്ള. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് നല്ല പോപ്പുലേഷൻസ് ഉണ്ട്, ബട്ട് അതിനനുസരിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. UAE ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ പോപ്പുലേഷൻ കുറവാണ്. സോ അതർ കൺട്രീസിൽ നിന്ന് ആൾക്കാർ വന്ന് ഇവിടെ ആ ഓപ്പർച്യൂണിറ്റീസ് ഗ്യാബ് ചെയ്യുന്നുണ്ട്. അതാണ് പറഞ്ഞു വരുന്നത്. ഇത് ഒരു സെക്ടറിൽ മാത്രമല്ല, എല്ലാ സെക്ടറിലും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇൻവെസ്റ്റ്മെന്റ് ഇൻസെന്റീവ്സ്, ഇപ്പം നിങ്ങൾക്ക് 100% ഫോറിൻ ഓണർഷിപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ 100% പ്രോഫിറ്റ് എടുക്കാൻ പറ്റും, കോമ്പറ്റീറ്റീവായിട്ട് ഫിനാൻസിങ് കോസ്റ്റ്, ഹൈ ലെവൽ ലിക്വിഡിറ്റി ആൻഡ് സ്ട്രോങ് ബാങ്കിങ് സിസ്റ്റം. ഈ ഒരു കൺട്രിയുടെ ഏറ്റവും കൂടുതൽ ഇതാക്കുന്നതെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളുമാണ്. സ്ട്രോങ് ആയിട്ടൊരു ബാങ്കിങ് സിസ്റ്റം ഉള്ളതുകൊണ്ട് അവർക്ക് എന്താ പറയുക, US ബാങ്കിങ് സിസ്റ്റമായിട്ട് അവർ പെഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പേഴ്സണൽ ലോൺസ് ആയാലും പല ലോൺസും 4%, 5% ആ റേഞ്ചിൽ ഉള്ള രീതിയിൽ കിട്ടുമ്പോൾ, അപ്പോൾ നമ്മളെ ഇന്ത്യയിലാണെങ്കിൽ അത് 13%, 14%, 15% ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നോൺ ഫോറിൻ എക്സ്ചേഞ്ച് കൺട്രോൾസ്, ഫോറിൻ എക്സ്ചേഞ്ച് പൈസ കൊണ്ടുവരുന്നതിന് കൺട്രോൾസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സ്ട്രോങ് അപ്രിസിയേഷൻ, ഫുള്ളി കൺവേർട്ടബിൾ കറൻസി. നിങ്ങൾക്ക് അപ്രിസിയേഷൻ എന്തായാലും നിങ്ങളുടെ കറൻസിക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും, കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നോ ഇൻഫ്ലേഷൻ റേറ്റ് ഇവിടെ കുറവാണ്. ലോ കസ്റ്റം താരിഫ് ബിറ്റ്വീൻ 0 to 5% ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഇതിനകത്തും 0 to 5% കസ്റ്റം. ഇതെന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഈസിയാണ്. അതായത് നിങ്ങളിപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഫോൺ 1, 2, 3 ഫോൺ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഓൾറെഡി അവിടെ കസ്റ്റം ഡ്യൂട്ടി കെട്ടേണ്ടി വരും. പക്ഷെ ഇവിടെ ആകുമ്പോഴത്തേക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇൻസെൻറ്റീവ് പ്രോഗ്രാംസ് ഫോർ SME ആൻഡ് എൻ്റർപ്രണേഴ്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഇൻസെൻറ്റീവ്, അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇനി ഫേവറബിൾ ആയിട്ടുള്ള ബിസിനസ് റെഗുലേഷൻസ് ആണ് ഇവിടെ എല്ലാ സമയത്തും UAE അനൗൺസ് ചെയ്തിട്ടുള്ളത്. UAE സൈൻഡ് മേജർ ബിസിനസ് ആൻഡ് ഇന്റർനാഷണൽ ട്രീറ്റീസ് അറ്റ് ഈസ് ഓൺ ലോസ് ആൻഡ് പ്രിവെന്റിംഗ് മണി ലോണ്ടറിംഗ് ആൻഡ് മൂവ്മെന്റ് ഓഫ് ഇല്ലിക് ഗുഡ്സ് ആൻഡ് റെഗുലേറ്റിംഗ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. മണി ലോണ്ടറിങ് ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് ഇതാക്കുന്നുണ്ട്. അതായത് ഇപ്പം മണി ലോണ്ടറി ചെയ്യുന്ന അത് വേറൊരു തന്നെ ഒരു ടോപ്പിക്കാണ് മണി ലോണ്ടറിങ് എന്ന് പറയുന്നത്. ഇപ്പം ലൈക്ക് ബ്ലാക്ക് മണി എങ്ങനെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗവൺമെന്റിനെ അറിയിക്കാതെ നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്, അതാണ് ബ്ലാക്ക് മണി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്ലാക്ക് മണി ദുബായിലോട്ട് കൊണ്ടുവന്ന് മണി ലോണ്ടർ ചെയ്യുന്നതുകൊണ്ട് അത് സ്ട്രിക്ട്ലി അവർ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അത് സ്ട്രിക്ട്ലി എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവർ ആ റെഗുലേഷൻസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. അത് കൊണ്ടുവരുന്നുണ്ടെന്നല്ല, അത് ഓൾറെഡി ഉണ്ട്. അത് ഓൾറെഡി സ്ട്രിക്ട്ലി റെഗുലേഷൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് ആ വീഡിയോ അബുസബ എന്ന് പറയുന്ന ആളുടെ ഇത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുള്ളി ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ് അവർ സ്ട്രിക്റ്റ് ആയിട്ട് അതിനെ എതിർക്കുന്നത്. പിന്നെ അതെന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതർ കൺട്രീസിന് ത്രെട്ടൺസ് ആയതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എതിർക്കുന്നത്. മീൻസ് ഇപ്പം അതർ കൺട്രീസിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും, അവിടുത്തെ ഗവൺമെന്റിനെ വെട്ടിച്ച് കൊണ്ടുവരുന്ന പൈസ ആയിരിക്കും. അപ്പം അതേ കണക്ക് അവിടെ ഗവൺമെന്റിന്റെ അവിടുത്തെ ടാക്സിന് പോകേണ്ട പൈസ, ആ രാജ്യം വളരേണ്ട പൈസയാണ് എന്ത് ചെയ്യുന്നത്, അവരിങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പം അത് തെറ്റായിട്ടുള്ള കാര്യമായതുകൊണ്ട് UAE അതിനെ സ്ട്രോങ് ആയിട്ട് അതിനെ എതിർക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മെമ്പർ ഓഫ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആൻഡ് UAE പ്രൊട്ടക്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആൻഡ് ട്രേഡ് മാർക്ക് ആൻഡ് ആന്റി പൈറസി ലോസ് ഇൻ ദ പ്ലേസ്. ഇനി
ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർനാഷണലി പ്രോപ്പർട്ടി റൈറ്റ്സ് എല്ലാം സെയിം അതേപോലെ തന്നെയാണ് യു എയിലും വരുന്നത്. ഇപ്പം എല്ലാവരും പറയും രാവിലെ എണീറ്റ് നമ്മുടെ റൂളർ ഒരു ദിവസം തിങ്ക് ചെയ്യണം ഇവിടെ ഉള്ളവരെല്ലാവരുടെയും പ്രോപ്പർട്ടി ഇനി ഇതെല്ലാം പ്രോപ്പർട്ടി തിരിച്ചെടുക്കുകയാണ് എന്നുള്ള. അങ്ങനെ പറ്റത്തില്ല. ഇൻ്റർനാഷണൽ ലോ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ ഫോക്കസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു ഉറപ്പ് തരുന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ടാക്സേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, യു എ ഹാസ് നോ പേഴ്സണൽ ടാക്സ്. ഇൻകം ടാക്സ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കോർപ്പറേറ്റ് ടാക്സ് ആണ് അനൗൺസ് ചെയ്തിട്ടുള്ളത് ബിസിനസ്സുകാർക്ക്. അതും 3,75,000 മുകളിൽ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് സേ നിങ്ങൾ 1 മില്യൺ പ്രോഫിറ്റ് ഉണ്ടാക്കി, 3,75,000 നിങ്ങൾ ക്രോസ് ചെയ്തു, അതായത് നിങ്ങൾ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞ് 3,75,000 ക്ലോസ് ചെയ്തു. ബാക്കി വരുന്ന എത്രയാണോ നിങ്ങൾ എമൗണ്ട് വരുന്ന അതിൻ്റെ 9% കൊടുത്താൽ മതി. അപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട, ആ പ്രോഫിറ്റ് ആയ 3,75,000 നിങ്ങൾ 9% കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ടതില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ 2018 യു എ സൈൻഡ് 414 ഡബിൾ ടാക്സേഷൻ അഗ്രിമെന്റ്സ് ഇൻ പ്ലേസ് നാഷൻസ് അക്രോസ് ദ 5 കോണ്ടിനെന്റ്സ് ഇൻക്ലൂഡിംഗ് മോസ്റ്റ് യു എ ട്രേഡിംഗ് പാർട്ട്നേഴ്സ്. അതായത് യു എയിലുള്ള മറ്റ് ട്രേഡിംഗ് കൺട്രീസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 114 ഡബിൾ ടാക്സേഷൻ എഗ്രിമെന്റ് ഓൾറെഡി അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക, മറ്റ് കൺട്രീസും ഒരു യു എ ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നേരെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ഷൻസ് സൈൻഡ് അപ്രോക്സിമേറ്റ്ലി 106 agreements പ്രൊട്ടക്ഷൻ ഫോർ ദ പ്രൊമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് 138 agreements ഓൺ അവോയ്ഡൻസ് ഓഫ് ഡബിൾ ടാക്സേഷൻ വിത്ത് വേരിയസ് കൺട്രീസസ്. അതായത് 106 എഗ്രിമെന്റ്സ് ആണ് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് 106 എഗ്രിമെന്റ്സ് ആണ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി അവർ സൈൻ ചെയ്തിരിക്കുന്ന ഇതായിട്ടുള്ളത്. 138 എഗ്രിമെന്റ്സ് ആണ് അവോയ്ഡൻസ് ഓഫ് ഡബിൾ ടാക്സേഷൻ. ഇപ്പം ഇവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു എന്നുള്ള കാര്യത്തിൽ വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക്, അതായത് നിങ്ങളിപ്പോൾ യു കെയിൽ താമസിക്കുന്നു, അപ്പോൾ അതിന് അവിടെ ടാക്സ് അടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ 108 ഡബിൾ ടാക്സേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേരിയസ് കൺട്രീസുമായിട്ട് 138 എഗ്രിമെന്റ്സ് ആണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ കമ്പനീസ് ഓഫ് ലാ 32 of 2021 aims facilitates the growth of FDI via fully ownership business and economic sectors exception strategic impact activities. അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ബിസിനസ് ഓൾ എക്കണോമിക് സെക്ടേഴ്സിലോട്ട് അവർ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. അതായത് എ കമ്പനീസ് ലോ 32 of 2021 എന്ന് പറയുന്ന എയിം ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഫെസിലിറ്റീസ് ഓഫ് ഗ്രോത്ത് ഓഫ് FDI, നമ്മുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത്, അതിന്റെ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഫുള്ളി ഓണർഷിപ്പ് ഓഫ് ബിസിനസ് ആണ്. അതായത് നിങ്ങൾ ഫുൾ ഓണർ, ആ ബിസിനസിന്റെ ഫുൾ ഓണർഷിപ്പ് നിങ്ങളുടെ കയ്യിലാണെന്നുള്ളതാണ് അതുകൊണ്ട് ആ പോയിന്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. എക്സെപ്ഷണൽ സ്ട്രാറ്റജിക് ഇമ്പാക്ട് ആക്ടിവിറ്റീസ്, അത് സ്ട്രാറ്റജിക് ഇമ്പാക്ട് ആക്ടിവിറ്റീസിനെ എക്സെപ്ഷൻ ആക്കിക്കൊണ്ടാണ് അത് പറയുന്നത്. അതായത് പിന്നെ ഫോറിൻ ബിസിനസ് ഡു നോട്ട് റിക്വയർ സർവീസ് ഏജന്റ്. അതായത് ഫോറിൻ ബിസിനസ്സിന് ഇവിടെ സർവീസ് ഏജന്റിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ആ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഗവൺമെന്റ് പ്രോഗ്രസീവ് ആൻഡ് പ്രോ ബിസിനസ് സ്റ്റാൻസ്, ആ ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഗവൺമെന്റ് ഇൻ ദ റീജിയൻ ഇൻട്രൊഡ്യൂസ് 100% ഓണർഷിപ്പ് ഫോർ ബിസിനസ്. നമ്മൾ ഇത് തന്നെയാണ് പിന്നെയും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ഷനിലായാലും അതുപോലെ തന്നെ ഗവൺമെന്റ് പ്രോഗ്രസീവ് പ്രോ ബിസിനസ് സ്റ്റാൻസ് ആയാലും എല്ലാത്തിനും നമ്മളിത് പറയുന്നത് 100% നിങ്ങൾക്ക് ഓണർഷിപ്പ് എടുക്കാം. സോ മോസ്റ്റ്ലി GCC കൺട്രീസിലാകുമ്പോഴത്തേക്ക് എന്തായാലും ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഒരു ബ്രാൻഡ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ലോക്കൽ സ്പോൺസർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ മിത്തായിരുന്നു. അതിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ എന്താ 100% ഓണർഷിപ്പ് ചെയ്യാൻ പറ്റും. ഇനി അതേ കണക്ക് തന്നെ ഫസ്റ്റ് ആൻഡ് ഓൺലി കൺട്രി റീജിയൻ GCC അലൈൻഡ് വീക്കെൻഡ്, അതായത് നമ്മുടെ വീക്കെൻഡ്. ഇപ്പൊ നേരത്തെ ഇവിടുത്തെ വീക്കെൻഡ് എല്ലാവർക്കും അറിയാം, യു എയിൽ ഫ്രൈഡേ ആയിരുന്നു വീക്കെൻഡ് ഉണ്ടായിരുന്നത്. അപ്പം മറ്റു ബിസിനസ് ഹബ്ബുമായിട്ട് അത് മാച്ച് ചെയ്ത് പോകത്തില്ല. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അമേരിക്കയിൽ സാറ്റർഡേ സൺഡേ ആണ് വീക്കെൻഡ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ തേഴ്സ്ഡേ ഫ്രൈഡേ അല്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ ആ റേഞ്ചിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പം അത് മാറി എന്തായി, സാറ്റർഡേ സൺഡേ എന്നുള്ള രീതിയിൽ എല്ലാം ആയത്. അത് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് UAE ആണ്. ഇനി അതുപോലെ തന്നെ കോവിഡ് റെസിലിയൻസ് ആൻഡ് കീപ്പിംഗ് ഇൻഫെക്ഷൻ ലോ വൈൽ കീപ്പിംഗ് ബിസിനസ് ആൻഡ് ട്രാവൽ ഓപ്പൺ. നിങ്ങൾക്കറിയാം കോവിഡിന്റെ ടൈമിൽ നമ്പർ 1 വേൾഡിലെ കോവിഡ് റെസിലിയൻസ് ആൻഡ് കീപ്പിംഗ് ഇൻഫെക്ഷൻ ലോ വൈൽ കീപ്പിംഗ് ബിസിനസ് ആൻഡ് ട്രാവൽ ഓപ്പൺ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒരു പോയിന്റ് ആണ്. ഇപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കോവിഡിന്റെ ടൈമിൽ UAE ആണ് കംപ്ലീറ്റ് കാര്യങ്ങളും ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് എന്താണ്, ഫുൾ
ആദ്യം ഫുള്ളായിട്ട് നമ്മൾ വാക്സിനേറ്റ് ചെയ്തു. ആദ്യമായിട്ട് ഫ്രീ ആയിട്ട് വാക്സിനേഷൻ കംപ്ലീറ്റ് നടന്നതിന് ശേഷം ട്രാവലും ബിസിനസ്സും എല്ലാം ഓപ്പൺ ആക്കി കൊടുത്ത ഫസ്റ്റ് UAE ആണ്. അതുപോലെ തന്നെ ആ സമയത്ത് നമുക്കറിയാം ഒരുപാട് ഇൻഡസ്ട്രീസ് താന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് UAE കംപ്ലീറ്റ്ലി ഓപ്പൺ ആക്കി കൊടുത്തു. അപ്പോൾ ഓരോരുത്തർ പരമാവധി അവരുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി UAE വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ് എന്താവുന്നത്, നമ്മുടെ UAE ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇതുപോലെ തന്നെ 2008 റിസഷൻ വന്ന ടൈമിലും സെയിം ഇതേപോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. ലൈക്ക് എങ്ങനെ ആ റിസഷനെ അവർ ഇതാക്കിയിരുന്നു, അതായത് റിസഷൻ വന്ന സമയത്ത് പിന്നെ അതെങ്ങനെ അവർ ടാക്കിൾ ചെയ്തു, അതെങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു പ്രോബ്ലം വരുമ്പോഴത്തേക്ക് അതിനെ രണ്ട് രീതിയിൽ ഇതാക്കാം. ഒന്ന്, നമുക്കതിനെ ഫേസ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്തി പോവാം. ഒന്ന്, അതിൽ നിന്ന് ഓടിപ്പോവാം. ഇപ്പം മോസ്റ്റ്ലി 2008 കുറേ പേര് അതിനകത്ത് ഓടിപ്പോയി. പക്ഷേ എൻ്റെ മനസ്സിൽ അപ്പോഴുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഉള്ളവരെന്ത് ചെയ്യുക? UAE താമസിക്കുന്നവർക്ക് അവർക്കിപ്പം ഇത് ഡീൽ ചെയ്തല്ലേ പറ്റൂ, UAE റിസഷൻ ഡീൽ ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യയിൽ ഒരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ റിസഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓടിപ്പോകാൻ പറ്റും? നമുക്ക് ഓടിപ്പോകാൻ പറ്റത്തില്ല, നമുക്ക് അവിടെ തന്നെ നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അവരതിനെ ഡീൽ ചെയ്തു. അതേ കണക്ക് തന്നെ കോവിഡ് വന്ന സമയത്തും ഇതും അതുപോലെ തന്നെ അവർ ഡീൽ ചെയ്തു. അതിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് മാറിയിട്ടുണ്ട് വേൾഡിലെ കോവിഡ് റെസിലിയൻസ് ആൻഡ് കീപ്പിംഗ് ഇൻഫെക്ഷൻ ലോ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഓഫ് ദ മോസ്റ്റ് കോർപ്പറേറ്റ് ടാക്സ് റെജിംസ് ഇൻ വേൾഡ് ഇൻട്രൊഡ്യൂസ് ബൈ 2023. ഏറ്റവും കുറഞ്ഞ വേൾഡിലെ കോർപ്പറേറ്റ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് UAE ആണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് UAE ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ വീണ്ടും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ട്രേഡിനെ പറ്റിയിട്ടാണ്. ട്രേഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 632 ബില്യൺ ആനുവൽ ട്രേഡാണ് 2019 വരെ വെസ്റ്റേൺ യൂറോപ്പുമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ 632 ബില്യൺ ആനുവൽ ട്രേഡ്, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഇയർലിയാണ് ആ ട്രേഡ് നമ്മൾ നടന്നിട്ടുള്ളത് ടിൽ 2019 വരെ ഉള്ളത്. ഇനി ഈ 12ാമത്തെ ബിസിയസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ ദ വേൾഡ്, 12th ബിസിയസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ ദ വേൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 2.2% ആൾ ഓഷൻ കണ്ടെയ്നർ ട്രേഡ് ട്രാൻസിറ്റ് ത്രൂ UAE. അതായത് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ, നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. എല്ലാ കണ്ടെയ്നറും ഇപ്പം കടലിലുള്ള ഒരു 100% കണ്ടെയ്നറിൽ 2.2% കണ്ടെയ്നറും UAE വഴിയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 68% മിഡിൽ ഈസ്റ്റ് ഓഷൻ കണ്ടെയ്നർ ട്രേഡ് ത്രൂ UAE വഴി. അതായത് മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ കണ്ടെയ്നേഴ്സും, അതായത് ടോട്ടൽ 100 വരുന്നതിൽ 68% കണ്ടെയ്നേഴ്സും UAE വഴിയാണ് അത് ട്രാൻസിറ്റ് ആയി പോകുന്നത്. ഇനി 6ാമത്തെ ലാർജ് ഓയിൽ എക്സ്പോർട്ടേഴ്സ് ആണ് UAE. വേൾഡിലെ 6ാമത്തെ ലാർജ് ഓയിൽ എക്സ്പോർട്ടേഴ്സ് ആണ് UAE എന്ന് പറയുന്നത്. 12% എക്സ്പോർട്സ് ലോവസ്റ്റ് ഇൻ OPEC എന്ന് പറയുന്നത്. 6th ലാർജ് ഗോൾഡ് എക്സ്പോർട്ടേഴ്സ് ആണ് വേൾഡിലെ UAE എന്ന് പറയുന്നത്. 6th ലാർജ് ഗോൾഡ് എക്സ്പോർട്ടേഴ്സ് ആണ് ഇൻ ദ വേൾഡിലെ UAE എന്ന് പറയുന്നത്. 6ാമത്തെ ലാർജ് ഗോൾഡ് എക്സ്പോർട്ടേഴ്സ് ആണ് വേൾഡിൽ തന്നെ. 6ാമത്തെ ഗോൾഡ് എക്സ്പോർട്ടേഴ്സ് ആണ് UAE എന്ന് പറയുന്നത്. പിന്നെ മേജർ കൺസ്യൂമർ മാർക്കറ്റ് ഇൻ ദ റീജിയൻ. ഇപ്പോൾ മേജർ കൺസ്യൂമർ എന്ന് പറയുമ്പോഴത്തേക്ക്, കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാണ്? കസ്റ്റമർ വേറെ, കൺസ്യൂമർ വേറെ. കൺസ്യൂമർ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ കൺസ്യൂം ചെയ്യുന്ന ആളാണ്, അത് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ മേജർ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് UAE-ലാണുള്ളത്. അതായത് ദുബായ് മാൾ പോലെ, അതുപോലെ തന്നെ പല മാർക്കറ്റ് മൂലം പല ആൾക്കാരും ഇവിടെ ദുബൈയിൽ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചു പോകുന്ന അതുപോലെ തന്നെ ഷോപ്പിംഗ് ഹബ്ബായിട്ടുള്ള മാറുന്ന ഗ്ലോബൽ വില്ലേജ്, അങ്ങനെ പല കാര്യങ്ങൾക്കും. 60% ആൾ ചൈന എക്സ്പോർട്ട് ടു യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് ഫ്ലോസ് ത്രൂ UAE. ഇനി ഇപ്പം നിങ്ങൾ ട്രംപ് താരിഫിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. ഇപ്പോൾ ചൈനയും വാറും എല്ലാം നടക്കുന്നത്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. UAE-ക്ക് ഒരു താരിഫുണ്ട്, അത് വളരെ കുറവായിട്ടുള്ളൊരു താരിഫാണ്. ഞാൻ എത്രയാണെന്ന് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല. അപ്പം ചൈനയ്ക്കൊരു താരിഫുണ്ട്. ചൈനയിൽ നിന്ന് സാധനം നിങ്ങൾ UAE-ൽ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് എക്സ്പോർട്ട് അമേരിക്കയിലോ ചെയ്താൽ പോരെ, അപ്പോഴത്തേക്കും നിങ്ങൾ ഇത് കുറയല്ലേ. അപ്പം അതും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സ്റ്റിൽ എന്തെല്ലാം പ്രോബ്ലംസ് നടക്കുന്നു അവിടെയെല്ലാം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾ തിങ്ക് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 60% ഓഫ് ഓൾ ചൈന എക്സ്പോർട്സ് ടു യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എല്ലാം UAE വഴി തന്നെയാണ് പോകുന്നത്. മറ്റ് കൺട്രീസിൽ പോകുന്നതെല്ലാം UAE വഴി തന്നെയാണ് പോകുന്നത്. പക്ഷെ അത് അപ്പോഴും ചൈനയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് വരുന്നത് അവിടെ. അതായത് ട്രാൻസിറ്റ് ആണ്. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കണ്ടെയ്നർ പോർട്ട് ഇറക്കാതെ ട്രാൻസിറ്റ് വഴിയാണ് അവർ പോകുന്നത്. ഇനി ഡെസ്റ്റിനേഷൻ ഓഫ് US ആൻഡ് യൂറോപ്പ്, നമ്പർ 1 ഡെസ്റ്റിനേഷനാണ് US ആക്കിയാലും യൂറോപ്യൻ യൂണിയൻസിനായാലും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള മീന റീജിയനിൽ നമ്പർ 1 ആണ് നമ്മുടെ UAE എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേൾഡിലെ തന്നെ 3ാമത്തെ ലാർജസ്റ്റ് റീ എക്സ്പോർട്ടിംഗ് മാർക്കറ്റാണ് UAE-ലുള്ളത്. അത് ടോട്ടൽ അതിൻ്റെ വർത്ത് എന്ന് പറയുന്നത് $142 ബില്യൺ ആണ്
2021 റിപ്പോർട്ട് പ്രകാരം. ഇനി നമുക്കിനി എയറോസ്പേസിനെ പറ്റി നോക്കാം. അതിൽ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്ന എയറോസ്പേസ് എന്തെല്ലാം കാര്യങ്ങൾ വരുമെന്നുള്ളൂ. അതിലൊന്നാണ് 134 മില്യൺ പാസഞ്ചേഴ്സ് ആണ് ഓൺ 8,83,000 ഫ്ലൈറ്റ്സ് പാസ് ത്രൂ UAE എയർപോർട്ട് ആനുവലി. അതായത് നമ്മൾ ആനുവലി 8,83,000 ഫ്ലൈറ്റ്സ് വരുന്നുണ്ട്. അതുവഴി 134 മില്യൺ പാസഞ്ചേഴ്സ് ആണ് UAE വന്നിട്ടുള്ളത്. ഇനി അത് ഏതൊക്കെ ബീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലണ്ടൻ ഹീത്രോ ആൻഡ് ന്യൂയോർക്ക് JFK, ടോക്കിയോ നാരിഷ്യ ഇവരെല്ലാവരെയും മീറ്റ് ചെയ്തിട്ടുള്ള ഇത്രയും സ്ഥലത്തെ എയർപോർട്ടിന്റെ ടോട്ടൽ കപ്പാസിറ്റിയാണ് ഇത്രയും സ്ഥലത്ത് വരുന്നതിനുള്ള ടോട്ടൽ പാസഞ്ചേഴ്സിനെയാണ് ഇവിടെ ആനുവലി ഇവിടെ വരുന്നത്. പിന്നെ ഏറ്റവും ബിസിയസ്റ്റ് എയർപോർട്ട്, ഇന്റർനാഷണൽ എയർപോർട്ട് ഏറ്റവും ബിസിയസ്റ്റ് എയർപോർട്ട് ആയിട്ട് ഓൾറെഡി അനൗൺസ് ആയിട്ടുണ്ട് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് കാർഗോ എയർലൈൻ ഇൻ ദ വേൾഡ് ആണ് എമിറേറ്റ്സ് സ്കൈ കാർഗോ എന്ന് പറയുന്നത്. ഇനി 6th country സക്സസ്ഫുൾ സ്പെൻഡ് സ്പേസ് ക്രാഫ്റ്റ് ടു അനദർ പ്ലാനറ്റ്. അതായത് 6ാമത്തെ കൺട്രിയാണ് UAE എന്ന് പറയുന്നത് അനദർ പ്ലാനറ്റിലോട്ട് എന്തായാലും സ്പേസ് ക്രാഫ്റ്റ് അയച്ചിട്ടുള്ള 6ാമത്തെ കൺട്രിയാണ് UAE എന്ന് പറയുന്നത്. 2020 ഹോപ്പ് പ്രോപ്പ് ടു മാർസ്. അതായത് 2020 ഹോപ്പ് എന്ന് പറയുന്നത് നമ്മൾ മാർസിലോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആവറേജ് ഏജ് ഓഫ് എമിറാത്തി സയന്റിസ്റ്റ് പ്രൊജക്ട് വാസ് ഓൺലി 27. 27 വയസ്സുള്ള ആൾക്ക് എമിറാത്തി സയന്റിസ്റ്റ് ആണ് അതിന് പിറകിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഫോട്ടോഗ്രാഫ് ലെറ്റ് വാസ് ടേക്കൺ ഫ്രം ഹോപ്പ്. ഓക്കെ, അത് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അത് നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫ് ലെഫ്റ്റ് വാസ് ടേക്കൺ ഫ്രം ദ ഹോപ്പ്. അത് ഇപ്പോൾ ഫോട്ടോഗ്രാഫ് ഇല്ലല്ലോ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക്. ഇനി ഗ്ലോബലി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിപ്പോർട്ട് നമ്പർ 16th അതിൻ്റെ മാർക്ക് ചെയ്തേക്കുന്നത്. ഗ്ലോബലി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ചെയ്യാൻ പറ്റിയിട്ട്. അതുപോലെ തന്നെ 25ാമതാണ്. ഇതെല്ലാം റീജിയനിലാണ് വരുന്നത് കേട്ടോ. 25ാമത്തെ പൊസിഷനിലാണ് ഗ്ലോബലി ഇൻ WEF ഗ്ലോബലി കോമ്പറ്റിറ്റീവ് മാർക്കറ്റിനകത്ത് വേൾഡ് എക്കണോമിക് ഫോറത്തിനകത്ത് 25ാമത്തെ പൊസിഷനിലാണ് ഗ്ലോബൽ കോമ്പറ്റിറ്റീവ്നെസ് റിപ്പോർട്ട് പ്രകാരം ഉള്ളത്. 25ാമത്തെ പൊസിഷനിലാണ് UAE ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്ലോബലി ലോജിസ്റ്റിക് പെർഫോമൻസിനകത്ത് 11th പൊസിഷനിലാണ് ടോട്ടൽ റീജിയനിൽ ഇതാക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഹോം ഗ്രൗണ്ട് ടെക് യൂണിക്കോൺസ് ഇൻ 2021 Kareem.Souk.com നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പാർട്ട് 2. അതുപോലെ തന്നെ ഗ്ലോബലി FDI ഇൻഫ്ലോ വിത്ത് 19 ബില്യൺ FDI ഇൻഫ്ലോ റിസീവ്ഡ് ആനുവലി. അതിൽ 15th റാങ്കാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ 20 സ്റ്റാർട്ടപ്പ് ആക്സിലേറ്റേഴ്സ്, ഇൻക്യുബേറ്റേഴ്സ്, 100 VC ഫണ്ട്സ് എല്ലാം. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്റ്റാർട്ടപ്സിന് ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് UAE ആണ്. അതുപോലെ തന്നെ UAE സ്റ്റാർട്ടപ്സ് ഗ്രോ ആവുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂഷൻസ് ഇൻക്രീസ് ആകും. ഇപ്പം ഇന്ത്യയിൽ ജസ്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് ബാംഗ്ലൂർ അതിൻ്റെ സ്റ്റാർട്ടപ്പ് മാറുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂഷൻ ഇൻക്രീസ് ആവുന്നത് പോലെ തന്നെയാണ് UAE ഒരു സ്റ്റാർട്ടപ്പിൻ്റെ വാല്യൂഷൻ ഇൻക്രീസ് ആവുന്നത്. ഇനി UAE ഹിസ്റ്റോറിക്കലി അട്രാക്ട്സ് അപ് ടു 50% ടോട്ടൽ ഫണ്ട്സ് ഓഫ് മീന റീജിയൻ ഇൻവെസ്റ്റഡ് ഇൻ ടെക്നോളജി സ്റ്റാർട്ടപ്സ്. ടെക്നോളജി പരമായിട്ടുള്ള സ്റ്റാർട്ടപ്സിനകത്ത് UAE ഹിസ്റ്റോറിക്കലി 50% ടോട്ടൽ ഫണ്ടിങ് അട്രാക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ആ പോയിൻ്റോട്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് 2021 ഷെയർ ബൈ MOE ടീം പ്രകാരം 15 ഗ്ലോബലി ഔട്ട്വേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് വിത്ത് മോർ ദാൻ 226 ബില്യൺ ഇൻവെസ്റ്റഡ് ടോട്ടൽ FDI ഔട്ട്വേർഡ് സ്റ്റോക്ക് ഇൻ 2021, മേക്കിംഗ് ദ UAE's ലാർജസ്റ്റ് ഗ്ലോബൽ ഇൻവെസ്റ്റർ ഫ്രം ദ റീജിയൻ വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ഫ്ലോ $22 ബില്യൺ ഇൻ 2021. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലി 15ാമത്തെ പൊസിഷനിലാണ് ഗ്ലോബലി ഔട്ട്വേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് UAEയുടെ പൊസിഷൻ ഇരിക്കുന്നതെന്ന് പറയുന്നത്. $226 ബില്യൺ ആണ് ടോട്ടൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്റ്റോക്ക് വഴി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ലാർജസ്റ്റ് ഗ്ലോബൽ ഇൻവെസ്റ്റർ ഫ്രം ദ റീജിയൻ, അതായത് ഏറ്റവും ടോപ്പ് ഇൻവെസ്റ്റർ റീജിയൻ ഫ്രം ദ മീന റീജിയൻ എന്ന് പറയുന്ന സ്ഥലത്ത്, മീന റീജിയൻ എന്ന് പറയുന്ന UAE ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത് ഗ്ലോബലി ഫിനാൻഷ്യലി അസറ്റ് സോവിജിയൻ വെൽത്ത് ഫണ്ട്സ് ഗീവ് UAE പൊട്ടൻഷ്യൽ ടു 6 to 8 years ബാക്കപ്പ് ഫണ്ടിങ്. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് ഫണ്ട് ചെയ്യുന്നതിന് അതിനെ ബാക്കപ്പ് ചെയ്യുന്നത് UAE ടോട്ടൽ 6 to 8 years ബാക്കപ്പ് ഫണ്ടിങ് UAEയുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെന്നുള്ളതാണ്. കീ ഇൻവെസ്റ്റ്മെന്റ് സെക്ടേഴ്സ് എന്ന് പറയുന്നത് എയറോസ്പേസ്, ഇൻഫ്രാസ്ട്രക്ചർ, റിയൽ എസ്റ്റേറ്റ്, എനർജി ആൻഡ്
പെട്രോ കെമിക്കൽസ്, ഈ ഇൻഡസ്ട്രീസ് ആണ് എന്താണ് ടോട്ടലി പെർഫോം ചെയ്യുന്ന ഇൻഡസ്ട്രീസ്. അതുപോലെ തന്നെ വൺ ഓഫ് ഓൺലി 3 countries ഹാവ് 1 trillion ഇൻവെസ്റ്റഡ് വിയ സോവിജിയൻ വെൽത്ത് ഫണ്ട്സ് അലോങ് സൈഡ് ചൈന ആൻഡ് നോർവേ. മെയിൻ ഫണ്ട്സ് ഇൻക്ലൂഡ്, അതായത് ഒരു ടോട്ടൽ 3 countries ആണ് 1 trillion ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് വിയ സോവിജിയൻ ഫണ്ട്, വെൽത്ത് ഫണ്ട് എന്ന് പറയുന്ന ടീം ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ചൈന, നോർവേ, ദെൻ ദുബായ്, UAE. അതിൽ ADA എന്ന് പറയുന്നത് 829 ബില്യൺ AUM ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ IZD എന്ന് പറയുന്നത് $240 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുബദ്ദല 243 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ADQ 110 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ കൺട്രീസിൽ മുബദ്ദല ആണ് എലോങ് ഇൻവെസ്റ്റ് 50+ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ടോട്ടൽ കൺട്രീസിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത പോയിന്റിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ടൂറിസം. സോ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് പഠിച്ച് നമുക്ക് ടൂറിസത്തിലോട്ട്. സോ ഓവർ 21.5 മില്യൺ ടൂറിസ്റ്റ് അറൈവൽ ആനുവലി ഇൻ ദ UAE-ക്കകത്ത്, അതായത് 21.5 മില്യൺ ടൂറിസ്റ്റ് ആണ് ആനുവലി UAE-ക്കകത്ത് അറൈവ് ആവുന്നത്. ടോട്ടൽ 7 എമിറേറ്റ്സും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. അതിൽ ഏറ്റവും ടോപ്പിലുള്ളത് ദുബായ് ആണ്. അതിൽ 4th പോപ്പുലർ സിറ്റി ഇൻ ദ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഏതൊരാൾക്കും UAE-യെക്കാളും കൂടുതൽ അറിയാവുന്നത് ദുബായ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, ഇനി ഔട്ട് റാങ്ക് സിംഗപ്പൂർ, ന്യൂയോർക്ക് സിറ്റി ആൻഡ് ഇസ്താംബുൾ, ഇവരെല്ലാവരെയും ഔട്ട് റാങ്ക് ചെയ്തുകൊണ്ടാണ് ദുബായ് ഇത്രയും ഗ്ലോബലി അറിയപ്പെടുന്ന ഒരു സിറ്റിയായി മാറിയിട്ടുള്ളത്. പിന്നെ ഓവർനൈറ്റ് വിസിറ്റ് സ്പെൻഡിങ് 31 ബില്യൺ ആനുവലി. 31 ബില്യൺ ദിർഹംസ് ആണ് ടൂറിസം എന്നുള്ള സെക്ടറിൽ ആൾക്കാർ വന്ന് സ്പെൻഡ് ചെയ്തിട്ടുള്ള പൈസ കണക്ക് പ്രകാരം ഉള്ളത്. അപ്പൊ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഈ ഒരു കാര്യങ്ങൾക്ക് കൊണ്ടാണ് UAE-യിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. മേജർ ഹബ് ഫോർ ആനുവൽ സ്പോർട്ടിംഗ് ഇവന്റ് ഇൻക്ലൂഡ് ഫോർമുല 1 അബുദാബി ഗ്രാൻഡ് പ്രിക്സിലാണ് നടക്കുന്നത്. ദുബായ് വേൾഡ് കപ്പ്, വേൾഡ് റിച്ചസ്റ്റ് ഹോഴ്സ് റേസ് ദുബായ് UAE-ലാണ് നടക്കുന്നത്. UAE ടൂർ ദ ഓപ്പണിംഗ് സെഗ്മെന്റ്, ഗ്ലോബൽ സൈക്ലിംഗ് റേസ് സീരീസ്, മുബദ്ദല വേൾഡ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പ്, ഇതെല്ലാം UAE-ലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ന്യൂമിയറസ് കൾച്ചർ ആൻഡ് ലേഷർ ഇവന്റ് ഇൻക്ലൂഡിംഗ് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ ആൻഡ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതുപോലെ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു വെൻ ഷാർജയുടെ കാര്യങ്ങൾ വന്ന സമയത്ത്. സോ അവിടെ കൾച്ചറും കാര്യങ്ങളും ബുക്ക് ഫെയറും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെയാണ് അവിടെ വരുന്നത്. സോ അതുകൊണ്ട് ഷാർജ ഇതെല്ലാം ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 183,000 ഹോട്ടൽ റൂംസ്, അതൊരു വളരെ വലിയൊരു കണക്കാണ്. 1,83,000 ഹോട്ടൽ റൂംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇൻ UAE എന്ന് പറയുന്നത്. ഓക്കെ, അത് സെക്കൻഡ് ഹയസ്റ്റ് ഹോട്ടൽ ഒക്യുപ്പൻസി റേറ്റ് ഗ്ലോബലി, 2ാമത്തെ റാങ്കിലാണ് ഒക്യുപ്പൻസി റേറ്റ് വരുന്നത്. അതായത് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നു, അതായത് ഒക്യുപ്പൻസി എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതൽ ആൾക്കാർ അതിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ലിവബിലിറ്റി, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. UN-ന്റെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഗ്ലോബലി 21ാമത്തെ റാങ്കിലാണ് ദുബായ് UAE എന്ത് ചെയ്തിട്ടുള്ളത്, ലിവബിലിറ്റി ആയിട്ടുള്ള 21ാമത്തെ റാങ്കിലാണ് ലിവബിലിറ്റി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഫോർ സിംഗിൾസ്, ഫാമിലീസ് ആൻഡ് റിട്ടയേഴ്സ്, അതായത് ഇപ്പം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, ഫാമിലി പരമായിട്ടുള്ളത് കൺസിഡർ ചെയ്യുന്നുണ്ട്, സിംഗിൾസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്, റിട്ടയേഴ്സ് ആയിട്ടുള്ള അവരെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട്, ബാർസ്, ജിംസ്, ഹൈക്കിംഗ്, വേൾഡ് ക്വിസിൻസ്, എന്റർടൈൻമെന്റ് വെന്യൂസ്, കയാക്കിംഗ്, സ്കൂബ ഡൈവിംഗ്, ഡെസേർട്ട് ക്യാമ്പിംഗ് ആൻഡ് മോർ, ഇങ്ങനെയുള്ള ഇത്രയും ആക്ടിവിറ്റീസ് ആണ് ഇവിടെ UAE-യിൽ ഉള്ളത്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്തായിരിക്കുന്നത് 21st ലെവലിൽ ലിവബിലിറ്റിയിൽ UAE വന്നിട്ടുള്ളത്. ഇനി ദുബായ് 2020 വാസ് നൈംഡ് വൺ ഓഫ് ദ ടോപ്പ് 5 cities ടു വേൾഡ് ടു ഫൈൻഡ് ജോബ്. വേൾഡിലുള്ള ആർക്കും വേണമെങ്കിലും ഇവിടെ ജോബ് വന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ളത് 2020 ഫോം ചെയ്തിട്ടുള്ള 5 സിറ്റീസിനേക്കാളും ദുബായ് ആണ് അതിനകത്ത് ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ളത്. ടോട്ടൽ 5 സിറ്റീസിനകത്ത് ദുബായ് ആണ് എപ്പോഴും അതിനകത്ത് ടോപ്പിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ജെൻഡർ ഇൻഇക്വാലിറ്റി ഇൻഡെക്സ് പ്രകാരം 18th വന്നിട്ടുള്ളത്. ഗ്ലോബലി 18 പൊസിഷനിലാണ് UAE വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ലിവബിലിറ്റിയിലുള്ള സേഫ്റ്റി. ഒരു രാജ്യത്ത് നമ്മൾ താമസിക്കാൻ ആഗ്രഹിക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സേഫ്റ്റി തന്നെയാണ്. ഇപ്പം എന്താ പറയുക, ഇപ്പം പ്രോബ്ലംസ് ഇഷ്ടം പോലെ ഉണ്ടാവും, ലൈക്ക് ക്രൈം റേറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം അതിനെ എത്രത്തോളം കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് UAE അതിനെ ഇതാക്കിയിരിക്കുന്നത്. സോ അത്രത്തോളം ട്രെയിൻഡ് ആയിട്ടുള്ള പോലീസ് ഫോഴ്സും ഈസി ആയിട്ട് പെട്ടെന്ന് കേസുകൾ തെളിയിക്കാൻ പറ്റുന്ന ഒരു കഴിവും എന്നുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെയാണ് UAE ഒരു സേഫസ്റ്റ് കൺട്രി എന്നുള്ള രീതിയിലുള്ള ഒരു പട്ടം അവർ ഇതാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ടെങ്കിൽ, കുറച്ച് നാൾക്ക് മുമ്പ്
ഇവിടെ വാഫി മോളിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് വാഫി മോളിൽ ഒരു ഇത് നടന്നിട്ടുണ്ടായിരുന്നു, ഒരു തെഫ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. സോ അവർ തെഫ്റ്റ് നടന്നപ്പോൾ അവരെ കുറിച്ച് അറിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അവർ പല രാജ്യങ്ങളിലും തെഫ്റ്റ് നടന്നിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവർ ദുബായിൽ വന്നപ്പോഴത്തേക്ക് തെഫ്റ്റ് നടത്തി അവർ ഒരു 10-12 മിനിറ്റ്സ് കൊണ്ട് അവരെ എല്ലാ തെളിവും നശിപ്പിച്ചതിന് ശേഷവും ദുബായ് അവരെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തു. സോ അവരെ ബാക്കി ഗ്ലോബലി അവർ തെഫ്റ്റ് നടത്തിക്കൊണ്ടിരുന്ന അവസാനം ദുബായിൽ വന്നപ്പോഴത്തേക്ക് അവരെ പിടിച്ച് ഇതാക്കി അകത്തിട്ട്. സോ അതൊക്കെ കൊണ്ടാണ് ദുബായ് എന്ത് ചെയ്തത്, ഒരു സേഫസ്റ്റ് കൺട്രി ആയിട്ട് ഇതാക്കിയിരിക്കുന്നത്. അബുദാബി നമ്പർ 1 സേഫസ്റ്റ് വിത്ത് ലോവസ്റ്റ് ക്രൈം റേറ്റ്, 4th ഗ്ലോബലി ഫീലിംഗ് സേഫ് ടു വാക്ക് അലോൺ അറ്റ് നൈറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രാത്രി സ്വസ്ഥമായിട്ട് ഇറങ്ങി നിങ്ങൾ ഇവിടുത്തെ ഒരു ഇതിൽ നടന്നു കഴിഞ്ഞാലും, നിങ്ങൾക്ക് ഡൗൺ ടൗണിലായാലും ഏതൊരു സ്ഥലത്ത് നടന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് സേഫായിട്ട് നടക്കാൻ പറ്റും. അത്രത്തോളം പെട്രോളിങ്ങും നൈറ്റ് പെട്രോളിങ്ങും എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആൾക്കാർ നിയമത്തെ ഒരുപാട് പേടിക്കുന്നുണ്ട് ദുബായിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ദുബായ് ഒരു സേഫസ്റ്റ് കൺട്രി ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിൽ, ഗ്ലോബലി ഇൻഫ്രാസ്ട്രക്ചറിൽ ഏറ്റവും 12th റാങ്കാണ് അവർ പൊസിഷൻ ചെയ്യുന്നത് ഗ്ലോബലി ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിൽ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓരോ വിഷൻ പ്രകാരം ഓരോ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. ഇപ്പോൾ അവർ ഓയിലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫണ്ട് അവർ നേരെ ഇൻവെസ്റ്റ് ചെയ്തത് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഞാനും ബിലീവ് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിലൂടെയാണ് എന്താവുന്നത്, ഒരു കൺട്രി ഗ്രോ ആവുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ബട്ടർഫ്ലൈസിനെ നമ്മൾ പോയി ക്യാച്ച് ചെയ്യാതെ പകരം നമ്മളൊരു ബ്യൂട്ടിഫുൾ ഗാർഡൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി ബട്ടർഫ്ലൈസ് ആ ഗാർഡനിലോട്ട് വന്നത്. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഇങ്ങനെ ലിവബിലിറ്റിയും എല്ലാ കാര്യങ്ങളും സേഫസ്റ്റ് കൺട്രി എല്ലാം ആക്കിക്കൊണ്ടിരിക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട്, ഈ ഒരു കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇതൊരു സേഫസ്റ്റ് ഉള്ള ഒരു കൺട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ ജീവിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ആവുന്നു. സോ നേരത്തെ പറഞ്ഞാണെങ്കിൽ ബട്ടർഫ്ലൈസ് ഓൾറെഡി ഗാർഡൻസ് തേടി വരുന്നുണ്ട്. ഇനി ടോളറന്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ പ്ലേസ് ടു ലിവ്, അതായത് എല്ലാ റിലീജിയൻസിനെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതാണ് റിലീജിയസ്ലി എത്തിക്കലി ഡൈവേഴ്സ് ദ കൺട്രി വിത്ത് മെനി പ്ലേസസ് വർഷിപ്പ് ആൻഡ് എൻക്ലേവ് കമ്മ്യൂണിറ്റീസ്. അതായത് ഇവിടെ പള്ളിയും ഉണ്ട്, അതുപോലെ തന്നെ ക്ഷേത്രവും ഉണ്ട്, അതുപോലെ തന്നെ മറ്റേ ക്രിസ്ത്യാനി ആയിട്ടുള്ള പള്ളിയുണ്ട്, അതുപോലെ തന്നെ സിഖിൻ്റെ പരമായിട്ടുള്ള പള്ളിയുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരെ ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുക, അവരുടെ മതത്തെ റെസ്പെക്ട് ചെയ്യുക, അവരവരുടെ മതത്തെ ഇതാക്കുന്നുണ്ട്, വർഷിപ്പ് ചെയ്യുന്നുണ്ട്. ഇസ്ലാം മതവും ചെയ്യുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, പള്ളിയും ഉണ്ട്, അമ്പലവും ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ ഈക്വലി ആയിട്ട് അവർ കൊണ്ടുവരുന്നുണ്ട്. ഫസ്റ്റ് കൺട്രി അറേബ്യൻ പെനിൻസുല ഹിസ്റ്ററി വെൽക്കം ടു പോപ്പിനെ അറേബ്യൻ കൺട്രിയിൽ തന്നെ വെൽക്കം ചെയ്തിട്ടുള്ള UAE ആണ്. സോ ഫസ്റ്റ് ജോയിൻ മോസ്റ്റ് ചർച്ച് സിനോജഡ് ഡെവലപ്മെന്റ്സ്, അതായത് പള്ളിയും നമ്മുടെ ക്രിസ്ത്യൻ ചർച്ചും ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് UAE ആണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് UAEയിലെ ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് താമസിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഹെൽത്ത് കെയറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഗ്ലോബലി ഹെൽത്ത് കെയർ എഫിഷ്യൻസി ടോട്ടൽ റീജിയനിൽ തന്നെ 10th ആണ് ഗ്ലോബലി അവർ ഇതാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ദുബായ് ഹെൽത്ത് കെയർ സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലം പോലും ഉണ്ട്. നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ദുബായ് ഹെൽത്ത് കെയർ സിറ്റി എന്ന് പറയുന്ന സ്ഥലം പോലും ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ ഹെൽത്ത് കെയർ പരമായിട്ടുള്ള ഇതും സ്ഥലങ്ങൾ, മീൻസ് ഹോസ്പിറ്റൽസും ക്ലിനിക്സും ഉണ്ട്. അതുപോലെ തന്നെ അവിടെ കൂടുതലും ഹെൽത്തിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരായാലും ഡോക്ടേഴ്സ് ആയാലും അവിടെയാണ് ആൾക്കാർ കൂടുതലും വരുന്നത്. സെഹ നെറ്റ്വർക്ക് കീ ഹബ്സ് എന്ന് പറയുന്ന ഇതും ഇവിടെ ഇതാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോവിഡ് റേറ്റ് കുറഞ്ഞിട്ടുള്ളത് UAEയിലാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദുബായ് ഈസി ആയിട്ട് പെട്ടെന്നായിട്ട് തന്നെ നമ്മൾ വാക്സിനേഷൻ ചെയ്തു. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഫുൾ ഇവിടെ നമ്മുടെ എന്താ പറയുക, കംപ്ലീറ്റ്ലി റോഡായാലും അതുപോലെ തന്നെ നമ്മുടെ പാവ്മെൻറ്റ്സ് ആയാലും നമ്മുടെ ഈ നടന്നു പോകുന്ന സ്ഥലങ്ങളായാലും സിറ്റി ഇതായാലും എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്തു, വാക്സിനേറ്റ് ചെയ്ത് മാറ്റിയെടുത്തു. അതായത് എന്താ പറയുക, മറന്നുപോയി, അപ്പോൾ ആ വേർഡ് കിട്ടുന്നില്ല. അപ്പം അത് ക്ലിയർ ആക്കി കൊണ്ടുവന്നു, അവിടെ വൃത്തിയാക്കി ക്ലിയർ ആക്കി കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഗ്ലോബലി നമ്പർ അക്രഡിറ്റഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ഇൻക്ലൂഡിങ് ഹോസ്പിറ്റൽസ്, ഗ്ലോബലി തന്നെ നമ്പർ 1 അക്രഡിറ്റഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ആണ്, ഹോസ്പിറ്റൽസ് ആണ് ഇവിടെ ദുബായിലുള്ളത്. ഇനി
അതുപോലെ തന്നെ 6th റാങ്കാണ് അബുദാബിക്ക്, 9th റാങ്കാണ് മെഡിക്കൽ ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ദുബായിൽ മെഡിക്കൽ ടൂറിസം ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ, കേരളത്തിലൊക്കെ വരുന്ന പോലെ, ആയുർവേദത്തിൽ വരുന്ന പോലെ തന്നെ ഇവിടെ ആ റാങ്ക് 6th ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 22ാമത്തെ റാങ്കാണ് ഗ്ലോബലി ഹെൽത്ത് കെയർ ഇന്നോവേഷൻസിൽ. അതായത് നമ്മളെ ഹെൽത്ത് കെയറിൽ വരുന്ന പല ഇന്നോവേഷൻസും 22ാമത്തെ ഈ ഹെൽത്ത് കെയറിൽ ഗ്ലോബലി വരുന്ന ഇന്നോവേഷൻസ് എല്ലാം നമ്മൾ ദുബായ് UAE ആണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന. അതിൽ 22ാമത്തെ റാങ്കാണ് ഗ്ലോബലി ഉള്ളത്. ഇനി അടുത്ത, ഇത് കുറേ ബോറിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്, കാര്യം ഇൻഫർമേഷൻസ് ആണ് ഇത്രയും പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ബോറിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പം ഈ ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിച്ചിട്ട് അടുത്ത പാർട്ട് 4 എന്നുള്ള രീതിയിലോട്ട് വരാം. ഓക്കെ, ബാക്കിയുള്ള വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പാർട്ട് 4 നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും.